യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഈ ദിവസം ആയിരിക്കുവാണ്. ദൈവത്തിൻ്റെ എല്ലാ സഹായവും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു ഇൻറ്റൻഷനോടുകൂടിയാണ് തിങ്കളാഴ്ച മുതൽ പ്രാർത്ഥിക്കുന്നത്. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിക്കും ഒക്കെ അടിമകളായി ജീവിതം തകർന്ന് തരിപ്പണമായ ആൾക്കാരുണ്ട്, കുടുംബങ്ങളുണ്ട്. അതുപോലെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഇതിനുവേണ്ടി ഇങ്ങനെ ചില മാറ്റങ്ങളും മാനസാന്തരവും ഉണ്ടാകാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കണ്ണുനീര് തോർന്നിട്ടൊരു ദിവസമില്ല. എന്നും വഴക്കും ബഹളവും കരച്ചിലും ഉപദ്രവവും മടുത്തവരുണ്ട്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഇൻറ്റൻഷനെ, നിയോഗത്തെ സമർപ്പിക്കുവാണ്. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണമേ, സഹായം ലഭിക്കണമേ. നമ്മളുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവരെ വെറുതെ മടക്കി അയക്കരുത്. എന്തെങ്കിലും ഒന്ന് സന്തോഷത്തോടെ എന്തെങ്കിലും ഒന്ന് അവർക്ക് കൊടുത്തേ മടക്കി അയക്കാവൂ എന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവരെ വെറുതെ മടക്കി അയക്കല്ല്. എന്തെങ്കിലും ഒന്ന് കഴിവിനൊത്ത് ചെറുതായതെങ്കിലും ഒന്ന് കൊടുത്ത്, എന്നിട്ട് അവരോട് ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചും പറഞ്ഞ് ആ അനുഗ്രഹത്തോടെ അവരെ പറഞ്ഞു വിടണമെന്നാണ് പറയുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുണ കിട്ടാൻ കാരണമാവും. ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് കിട്ടാൻ അത് കാരണമാവും. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും, നമ്മളോട് ഒത്തിരി പേർ പ്രാർത്ഥന ചോദിച്ചു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വചനം കേൾക്കണം. പ്രാർത്ഥിക്കുന്ന സമയം തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്ന സമയവും. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെയാണ് ദൈവം അപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഞാനിതൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. നമ്മൾ വിചാരിക്കില്ല, എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തെല്ലാം പ്രാർത്ഥനയായത്, എന്തിനാ? ദൈവഹിതപ്രകാരം നമ്മൾ ചില ഇൻറ്റൻഷനോടെ പ്രാർത്ഥിക്കുന്നത് അപ്പുറത്ത് ദൈവം പ്രവർത്തിക്കാൻ കാരണമാവും. ഇപ്പുറ സൈഡിൽ ഒരു വിഷയമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മറു സൈഡിൽ ഒരു സാക്ഷി ഉണ്ടാവും, മറു സൈഡിൽ ദൈവപ്രവൃത്തി ഉണ്ടാവും. വായിക്കുകയാണ് ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 4 മുതലുള്ള വാക്യം ഞാൻ വായിക്കുകയാണ്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലംപതിക്കും. ഇത് ഒരു കാര്യം ഇങ്ങനെയൊക്കെ ഒരു നിയോഗത്തോടെ ചെയ്യാൻ പറയുവാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആരും പറഞ്ഞില്ല, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇങ്ങനെ വട്ടം നടക്കേണ്ട കാര്യമുണ്ടോ, അട്ടഹസിക്കേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെ 7 പ്രാവശ്യം നടക്കേണ്ട കാര്യമുണ്ടോ, 1 പ്രാവശ്യം നടന്നാൽ പോരെ. ആരൊന്നും അതിനെ മറുപടിയായി മറുത്തൊന്നും പറഞ്ഞില്ല. ഇതൊരു ഇൻറ്റൻഷനാണ്. ഒരു കാര്യം നടന്നു കിട്ടാൻ ചില രീതിയിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അടുത്ത ഭാഗം ഞാൻ വായിക്കുകയാണ്. 6-ാമത്തെ വാക്യം. നൂനിൻ്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, വാഗ്ദാന പേടകം എടുക്കുക. 7 പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ ആട്ടിൻകൊമ്പ് 7 കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ. അവൻ ജനത്തോട് പറഞ്ഞു, മുന്നോട്ട് പോകുവിൻ, പട്ടണത്തിന് ചുറ്റും നടക്കുവിൻ. ആയുധധാരികൾ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ നടക്കട്ടെ, കാഹളം മുഴക്കട്ടെ.
ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ, ഇതെല്ലാം അനുസരിക്കുവാണ്. ആ ഇൻറ്റൻഷൻ 7 ദിവസം, 5 ദിവസം പോരെ, 3 ദിവസം പോരെ, ഇന്ന് ഉച്ച വരെ പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ 7 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എന്താ? തലങ്ങും വിലങ്ങും ഉള്ള ചോദ്യോത്തരങ്ങളോ മറുത്തുള്ള സംസാരങ്ങളോ അവിശ്വാസത്തിൻ്റെ വാക്കുകളൊന്നുമില്ല. ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ചുവട് വയ്ക്കുകയാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചോ? അവർ അതുപോലെ അനുസരിച്ചു. അത് 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. കാഹളം മുഴങ്ങി, കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലംപതിക്കുകയും ചെയ്തു. അവർ ഇരച്ചുകയറി പട്ടണം പിടിച്ചടക്കി. 15-ാമത്തെ വാക്യമോ, 7-ാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ 7 പ്രാവശ്യം അവർ പ്രദക്ഷിണം വച്ചു. അപ്പോൾ കൃത്യമായിട്ട് അവർ അനുസരിച്ചു. 7 ദിവസം പ്രാർത്ഥിക്കണം, 7 പ്രാവശ്യം പ്രാർത്ഥിക്കണം, എപ്പോഴേലും അല്ല, അതിരാവിലെ. 6-ാം അധ്യായം 15-ാമത്തെ വാക്യം നോക്കി. 7-ാം ദിവസം ഉച്ചയായപ്പോഴെന്നല്ല, അതിരാവിലെ, ഏർലി മോർണിംഗ്, വളരെ നേരത്തെ. അവർ ആ ഇൻറ്റൻഷൻ അനുസരിച്ച് ചെയ്തപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ഇപ്പുറത്ത് അതേ സമയത്ത് ദൈവപ്രവൃത്തി ഉണ്ടായി. പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഇൻറ്റൻഷൻ ആയിരിക്കില്ല നിങ്ങളുടേത്. ഒരു ജോലി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രശ്നം മാറുന്ന കാര്യമായിരിക്കും, ഒരു വെല്ലുവിളി മാറുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. എന്തുവാകട്ടെ, നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ വലയ്ക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന, പ്രതിസന്ധിയിലാഴ്ത്തുന്ന വിഷയം ഏതുമാകട്ടെ, നമ്മൾ ആ വിഷയത്തിന് വേണ്ടി നിയോഗത്തോടെ, അതിൻ്റെ പേരാണ് ഇൻറ്റൻഷൻ, പ്രാർത്ഥിക്കുമ്പോൾ അതേ സമയത്തപ്പുറത്ത് നമ്മൾ കാണുന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന അതേ സമയം അപ്പുറത്ത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടായിരുന്നു. പലരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ വിട്ടുപോകും, മറന്നു പോകുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം ഇതാണ്, ഇന്ന് കേട്ട വചനത്തിലൂടെ ഞങ്ങൾ ഒരു ഇൻറ്റൻഷനോടെ പ്രാർത്ഥിക്കണം, ആ വ്യക്തി മാറണം, ആ വ്യക്തി മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ട യുവതീ യുവാക്കളെ, കുഞ്ഞുങ്ങളെ, ആരും വഴിതെറ്റിപ്പോകരുത്. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. രക്ഷപ്പെട്ടു വരാൻ നിങ്ങൾക്ക് ആവശ്യമായൊരു ശക്തിയും ബലവും അനുഗ്രഹവും ഈ പ്രാർത്ഥനയിലൂടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ പ്രാർത്ഥന നമ്മളെ പുറകോട്ടല്ല, മുന്നോട്ടാണ് നയിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. ദൈവത്തിൻ്റെ ശക്തിയെ മുറുകെ പിടിക്കുന്നവർ എന്തിനാ പേടിക്കുന്നത്? അവരെതിര് നിൽക്കുന്നത് എന്തിനാ പേടിക്കുന്നത്? ആ പ്രശ്നത്തെ ഓർത്ത് എന്തിനാ പേടിക്കുന്നത്? ആ നിയമം എതിരായി വരുന്നു എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുവാണ്. ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ കരം പിടിച്ച ചെറിയ ചുവടും വലിയ ചുവടും നമ്മൾ വച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. നല്ലത് വരും, നന്മ വരും. ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. ഇതൊരു അനുഗ്രഹമാണ്. ഒരുപാട് പേർ ഈ വചനം കേൾക്കാനിടയാകട്ടെ. നിങ്ങൾ ഒരുപക്ഷെ ഈ വചനം നിങ്ങളിലൂടെ ആരൊക്കെയോ കേൾക്കണം. നിങ്ങളിലൂടെ ആരൊക്കെയോ രക്ഷപ്പെടാനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും വാക്കുകൊണ്ടും ആരൊക്കെയോ രക്ഷപ്പെടാനുണ്ട്. ഞങ്ങൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാറില്ല. കർത്താവേ, ഇവിടുത്തെ പ്രാർത്ഥന കൊണ്ടും ഇവിടുത്തെ ആരാധന കൊണ്ടും ആ വചനം കൊണ്ടും ഒക്കെ രക്ഷപ്പെടാനുള്ളവരുണ്ട്. അവരൊക്കെ വന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു നിയോഗമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരനെ പോലെയോ ടൂർ പ്രോഗ്രാമായിട്ടൊന്നും വരരുത്. അതൊന്നും ഗുണമില്ല. വെറുതെ കണ്ടു കേട്ട് പോകാവുന്നേ ഉള്ളൂ. അല്ല, ഒരു നേർച്ചയോടെയാണ് വരുന്നതെങ്കിൽ, ഒരു ഇൻറ്റൻഷൻ, ഒരു പ്രാർത്ഥനയോടെയാണ് വരുന്നതെങ്കിൽ, നാളുകളിൽ നിങ്ങൾ ചില അത്ഭുതങ്ങളെ കാണാനിട വരും. പ്രാർത്ഥിക്കുന്ന സമയം ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുന്ന സമയത്തിന് അപ്രവശത്ത് ദൈവം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലുകളും ദൈവത്തിൻ്റെ ഇടപെടലുകളും നിങ്ങൾ കാണും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏത് നിയോഗത്തിനാണോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ഓർക്കുവാണ്. ഇവിടെ നമ്മളിന്ന് കേട്ട വചനം ഓർക്ക്. 7 പ്രാവശ്യം 7 ദിവസം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കാഹളമെടുക്കണം, ആർത്തട്ടഹസിക്കണം, ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞോ, ആരെങ്കിലും അവിടെയുള്ളവർ പറഞ്ഞോ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഉള്ളത്? ഇങ്ങനെ പ്രാർത്ഥിച്ചോ വല്ലതും നടക്കുവോ? ഇങ്ങനൊന്നും ആരും ചോദിച്ചില്ല. ആ ഇൻറ്റൻഷൻ അനുസരിച്ച് അവർ പ്രവർത്തിച്ചു, അവർ ചെയ്തു. കൃത്യമായിട്ടതനുസരിച്ച് 7 പ്രാവശ്യം 7 ദിവസം അങ്ങനെ തന്നെ മുന്നോട്ട് പോയി.
അപ്പുറത്താണ്. ആ പ്രാർത്ഥിച്ച സമയത്ത് തന്നെയാണ് അപ്പുറത്ത് ദൈവപ്രവൃത്തി ഉണ്ടായത്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ പ്രാർത്ഥിക്കുന്ന സമയം ദൈവം പ്രവർത്തിച്ച അനുഭവമായി മാറട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. സാമ്പത്തിക ഭദ്രത നിങ്ങൾക്കുണ്ടാകട്ടെ. സ്വസ്ഥതയുള്ളൊരു മനസ്സുണ്ടാകട്ടെ. വഴക്കുകൾ മാറിപ്പോകട്ടെ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിക്കട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരത്തില്ല. ഒത്തിരി മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. തിരിച്ചറിഞ്ഞ് അനേകർ തിരിച്ചു വരാനിടയാകട്ടെ. ആത്മീയമായും ഭൗതികമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം, കേൾക്കാൻ പറയണം. അനുഗ്രഹമാണ് ഈ വാക്കുകളും വചനങ്ങളും പ്രാർത്ഥനകളൊക്കെ. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് നമ്മൾ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.